പ്രിയ ദൈവമക്കളെ, ഈ സായാഹ്ന ധ്യാന സന്ദേശത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സായാഹ്ന ധ്യാനത്തിൻ്റെ വിഷയം ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ആധാരവചനം ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ക്രിസ്തുവിശ്വാസികളെ, ഈ സായാഹ്ന നിമിഷത്തിൽ നാം കർത്താവിൻ്റെ സന്നിധിയിൽ ശാന്തരായി നിൽക്കാം. ലോകത്തിൻ്റെ ശബ്ദങ്ങൾക്കിടയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ പിൻവലിച്ച് ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകൾ ഒന്നുയർത്താം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇന്ന് നമ്മോട് പറയുന്നത് അത്ഭുതകരമായ ഒരു സത്യമാണ്. ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ലോകം പ്രശംസിക്കുന്നത് ശക്തിയെയും സമ്പത്തിനെയും പ്രശസ്തിയെയും അധികാരത്തെയുമാണ്. മനുഷ്യർ നേടിയെടുത്ത നേട്ടങ്ങളെയാണ് ലോകം ഇന്ന് മഹത്വപ്പെടുത്തുന്നത്. എന്നാൽ പൗലോസ് പറയുന്നു, ഞാൻ മഹത്വപ്പെടുന്നത് ഇവയിൽ ഒന്നിലുമല്ല, ക്രിസ്തുവിൻ്റെ ക്രൂശിലാണ്. ആമേൻ. എന്തുകൊണ്ട്? കാരണം ക്രൂശ് വെറും മരണത്തിൻ്റെ അടയാളമല്ല, അത് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ്. ക്രൂശിൽ നാം കാണുന്നത് ശിക്ഷിക്കപ്പെടുന്ന ഒരു മനുഷ്യനെയല്ല, മറിച്ച് ലോകത്തെ രക്ഷിക്കുവാൻ സ്വയം അർപ്പിക്കുന്ന ദൈവപുത്രനെയാണ്. ക്രൂശിൽ യേശു തൻ്റെ കൈകൾ വിരിച്ചു. ആ വിരിച്ച കൈകൾ ലോകത്തിലെ എല്ലാ പാപികളെയും ആലിംഗനം ചെയ്യുവാനായിരുന്നു. ക്രൂശിൽ അവൻ രക്തം ചീന്തി. ആ രക്തം മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങളെയും കഴുകിക്കളയുവാനായിരുന്നു. ക്രൂശിൽ അവൻ മരണത്തെ സ്വീകരിച്ചു. ആ മരണത്തിലൂടെ നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുവാനായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ ക്രൂശിനെ പരാജയത്തിൻ്റെ ഒരു അടയാളമായി കാണാതെ വിജയത്തിൻ്റെ അടയാളമായി കാണുന്നത്. നാം ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ കുരിശിനെ വണങ്ങുന്നു. നാം പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ കുരിശടയാളം വരയ്ക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ വഴിത്തിരിവിലും ക്രൂശ് നമ്മോടൊപ്പം നടക്കുന്നു. കാരണം ക്രൂശില്ലാതെ ക്രിസ്തീയതയില്ല. പ്രിയ സഹോദരങ്ങളെ, പൗലോസ് പറയുന്ന മറ്റൊരു വാക്ക് വളരെ ഗൗരവമുള്ളതാണ്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ലോകത്തെ വെറുക്കുക എന്നുള്ളതല്ല, പക്ഷേ ലോകത്തിൻ്റെ പാപകരമായ ആകർഷണങ്ങൾ നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് ലോകം നമ്മെ അനേകം കാര്യങ്ങളിലേക്ക് വിളിക്കുന്നു. സ്വാർത്ഥതയിലേക്ക്, അഹങ്കാരത്തിലേക്ക്, പകയിലേക്ക്, അനീതിയിലേക്ക്, പാപത്തിലേക്ക്. എന്നാൽ ക്രൂശിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരു വിശ്വാസിക്ക് ഈ വിളികൾക്ക് അടിമയാകുവാൻ ഒരിക്കലും കഴിയുകയില്ല. കാരണം അവൻ മറ്റൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ക്രൂശിൽ നിന്ന് വരുന്ന ശബ്ദം, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ ശബ്ദം സ്നേഹത്തിൻ്റെ വലിയ ഒരു ശബ്ദമാണ്. അത് ക്ഷമയുടെ വലിയ ഒരു ശബ്ദമാണ്. അത് കരുണയുടെ വലിയ ഒരു ശബ്ദമാണ്. അത് ത്യാഗത്തിൻ്റെയും ഒരു വലിയ ശബ്ദമാണ്. നമ്മൾ പലപ്പോഴും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുവാറുണ്ട്. എന്നാൽ ഒരു ചോദ്യം ചോദിക്കാം, നമ്മുടെ ജീവിതത്തിൽ ക്രൂശിന് എത്ര സ്ഥാനമുണ്ട്? ക്രിസ്തുവിനെ അനുഗമിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. എന്നാൽ ക്രൂശ് വഹിക്കാതെ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ കഴിയുമോ? യേശുദമ്പുരാൻ വ്യക്തമായി പറയുന്നു, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവൻ എനിക്ക് യോഗ്യനല്ല. അതായത് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അതെപ്പോഴും സൗകര്യത്തിൻ്റെ പാതയല്ല. ചിലപ്പോൾ അത് കണ്ണുനീരിൻ്റെ ഒരു വഴിയായിരിക്കാം.
ചിലപ്പോൾ അത് ഏകാന്തതയുടെ വഴിയായിരിക്കാം, ചിലപ്പോൾ അത് ത്യാഗത്തിൻ്റെ വഴിയായിരിക്കാം. പക്ഷേ ആ വഴിയുടെ അറ്റത്ത് ഒരു വലിയ ഉയർപ്പിൻ്റെ മഹത്വമുണ്ട്. അതാണ് ഗോൽഗോഥായിൽ നാം കണ്ടത്. ക്രൂശില്ലാതെ ഉയർപ്പില്ല, ത്യാഗമില്ലാതെ മഹത്വവുമില്ല. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ സഭാപരമായ ജീവിതത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലും ക്രൂശ് വളരെ അധികമുണ്ട്. മാതാപിതാക്കളുടെ ത്യാഗങ്ങളിൽ ക്രൂശുണ്ട്. മക്കൾക്ക് വേണ്ടി ഉറക്കമില്ലാതെ പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെ ഹൃദയത്തിൽ ക്രൂശുണ്ട്. കുടുംബത്തെ സംരക്ഷിക്കുവാൻ അധ്വാനിക്കുന്ന ഒരു പിതാവിൻ്റെ വിയർപ്പിലും ക്രൂശുണ്ട്. രോഗം സഹിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു ക്രൂശുണ്ട്. അനീതിയാൽ മുറിവേറ്റവരുടെ കണ്ണിലും ഒരു ക്രൂശുണ്ട്. അവരുടെ കണ്ണുനീരിലും ഒരു ക്രൂശുണ്ട്. എന്നാൽ ഈ ക്രൂശുകളെ ക്രിസ്തുവിൻ്റെ ക്രൂശിനോട് ചേർക്കുമ്പോൾ അവ രക്ഷയുടെ മാർഗമായി മാറുകയാണ്. കാരണം ക്രിസ്തു ഓരോ വേദനയെയും വിശുദ്ധീകരിച്ചിരിക്കുന്നു. സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ക്രൂശ് ഭൂമിയെയും സ്വർഗത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് എന്നാണ്. ക്രൂശ് നരകത്തിൻ്റെ വാതിലുകളെ തകർക്കുന്ന ഒരു വിജയക്കൊടിയാണ്. ക്രൂശ് പിശാചിൻ്റെ ശക്തികളെ പരാജയപ്പെടുത്തുന്ന ദൈവശക്തിയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനി ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. ലോകം എത്ര ഇരുട്ടായാലും ക്രൂശിൻ്റെ വെളിച്ചം മതിയാകും നമുക്ക് ആ വെളിച്ചം കണ്ടെന്നു നടക്കുവാൻ. ലോകം എത്ര ശക്തമായി എതിർത്താലും ക്രൂശിൻ്റെ ശക്തി അതിനേക്കാൾ വലുതാണ്. ഈ സായാഹ്നത്തിൽ നമുക്ക് സ്വന്തം ഹൃദയത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ എന്തിലാണ് മഹത്വപ്പെടുന്നത്? എൻ്റെ സമ്പത്തിലാണോ, അതോ എൻ്റെ കഴിവുകളിലാണോ, അതോ എൻ്റെ സ്ഥാനത്തിലാണോ, എൻ്റെ പ്രശസ്തിയിലോ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രൂശിലോ? ഇവയെല്ലാം ഒരു നാൾ അവസാനിക്കും. എന്നാൽ ക്രൂശിൻ്റെ കൃപ അതൊരിക്കലും അവസാനിക്കുകയില്ല. പ്രിയ ദൈവമക്കളെ, ക്രൂശിൽ നിന്ന് ഒഴുകുന്ന കരുണ അതൊരിക്കലും വറ്റുന്ന ഒരു കരുണയല്ല. ക്രൂശിൻ്റെ സ്നേഹം അതൊരിക്കലും നിന്നെ വിട്ടുപോകുകയില്ല. അതിനാൽ ഇന്ന് നമുക്ക് ഒരു തീരുമാനമെടുക്കാം. ലോകത്തിൻ്റെ മഹത്വമല്ല, ക്രിസ്തുവിൻ്റെ മഹത്വം നമുക്ക് അന്വേഷിക്കാം. സ്വാർത്ഥതയല്ല, സ്നേഹം നമുക്ക് തിരഞ്ഞെടുക്കാം. പകയല്ല, ക്ഷമ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം. അഹങ്കാരമല്ല, വിനയം തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം. കാരണം ഇതാണ് ക്രൂശിൻ്റെ വഴി, ഇതാണ് വിശുദ്ധരുടെ വഴി, ഇതാണ് രക്ഷയുടെ വഴി. നമുക്ക് ഹൃദയപൂർവ്വം ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച സ്നേഹവാനായ ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, അങ്ങയുടെ ക്രൂശിൻ്റെ മുൻപിൽ ഞങ്ങൾ വിനയത്തോടെ നിൽക്കുകയാണ്. ലോകത്തിൻ്റെ വ്യർത്ഥമായ മഹത്വങ്ങളിൽ നിന്ന് ഞങ്ങളെ അവിടുന്ന് മോചിപ്പിക്കണമേ. അങ്ങയുടെ ക്രൂശിൽ മാത്രം മഹത്വപ്പെടുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ഞങ്ങളുടെ വേദനകളെയും കണ്ണുനീരിനെയും പരീക്ഷണങ്ങളെയും അങ്ങയുടെ വിശുദ്ധ ക്രൂശിനോട് ചേർക്കുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രോഗികളായവരെ സൗഖ്യമാക്കണമേ. നിരാശയിലായിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. പാപികളോട് കരുണ കാണിക്കണമേ. മരണഭയത്തിൽ കഴിയുന്നവർക്ക് പ്രത്യാശ നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ക്രൂശിനോട് ചേർന്ന് വിശ്വസ്തനായി ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധ കന്യകമറിയത്തിൻ്റെയും എല്ലാ വിശുദ്ധന്മാരുടെയും പരിശുദ്ധമതികളുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് കാവലും കോട്ടയുമായി തീരുമാറാകണമേ. ക്രിസ്തുവായ ഞങ്ങളുടെ കർത്താവിലൂടെ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.